ഹായ്! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൈറ്റിയിൽ സിബ് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു നൈറ്റിയിലാണ് സിബ് വെക്കാൻ പോകുന്നത്. ഇത് നൈറ്റിയുടെ ഒരു യോക്ക് പീസാണ്. അപ്പോൾ നമ്മൾ ഇതേ പീസിൻ്റെ സെൻറ്റർ ഭാഗം ദേ ഇതുപോലെ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് നമ്മളൊരു സിബിൻ്റെ ഇതേ ഈ ഫ്രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്ക് തയ്ച്ചിട്ടില്ല. നമുക്ക് സിബ് വെച്ചിട്ട് നെക്ക് തയ്ച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞത്. നെക്ക് തയ്ച്ചിട്ടാണ് നമ്മൾ സിബ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇതുപോലെയാണ് സിബ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സിബ് ഇതുപോലെ കുറച്ച് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാതെ വേണമെങ്കിലും വെക്കാം. എന്നിട്ട് നമ്മൾ വയ്ക്കുന്ന നമ്മുടെ യോക്ക് പീസ് വലിക്കരുത്. വലിക്കാതെ നമ്മൾ ഇതുപോലെ ലൂസാക്കി തന്നെ മടക്കി വെച്ച് കൊടുക്കണം. സിബും വലിക്കരുത്. എന്നിട്ട് ഇതുപോലെ പതുക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. സിബ് അടിക്കുമ്പോൾ പതുക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. താഴെ പീസ് വെക്കുന്നത് കൊണ്ട് ഞാൻ സിബിൻ്റെ ഇവിടെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ യോക്ക് പീസിൽ താഴത്തെ സ്കേർട്ട് പീസ് ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിതാ വേറെ പീസ് എടുത്തു. അതും ദേ ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പ്രിൻ്റുള്ള ഭാഗമൊക്കെ ആണെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ വർക്കൊക്കെ കറക്റ്റായിട്ട് വരുന്നത് പോലെ ആയിരിക്കണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വർക്കൊക്കെ കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ റണ്ണർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വലിച്ചാൽ പോവും. എൻ്റെ ഇപ്പോൾ പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ റണ്ണർ ഇട്ടിട്ടുണ്ട്. ഇട്ട് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേറെ വശവും ഇതുപോലെ മടക്കി വയ്ക്കുകയാണ്. ലൂസാക്കി തന്നെ വെച്ച് കൊടുക്കണം. നമ്മൾ മടക്കി വയ്ക്കുമ്പോൾ നമ്മൾ വർക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. വർക്ക് ഒരേപോലെ തന്നെ വരണം. അപ്പം നമ്മളിപ്പോൾ ഇതെവിടെ നമ്മുടെ സിബ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് സിബിൻ്റെ മേലത്തെ ഒരു പീസ് ഉണ്ടല്ലോ, അതിന് പട്ട പീസ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുക്കാം. അതേ നമ്മുടെ സിബിൻ്റെ നെക്കൊക്കെ കയറി ഇറങ്ങി വരരുത്, ഒരേപോലെ വരണം. എൻ്റെ ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സിബ് വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, റണ്ണർ അങ്ങോട്ട് പോകും. കാരണം നമ്മളവിടെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് റണ്ണർ പോവാതിരിക്കാൻ നമ്മൾ നമ്മുടെ സിബ് നെക്ക് അടിച്ച് തിരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സിബ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. ഇനി ഞാനിവിടെ നെക്ക് അടിച്ച് തിരിക്കുകയാണ്. അപ്പോൾ അത് നെക്ക് അടിച്ച് തിരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ പട്ട പീസ് വെച്ച് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇവിടെ ജോയിൻറ്റ് ചെയ്യണം. ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ നൈറ്റിയിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ പട്ട പീസ് വെക്കുമ്പോൾ കുറച്ച് മേലോട്ട് തള്ളി വെക്കണം. സിബിൻ്റെ ഒരേ അളവിൽ വെക്കരുത്, കുറച്ച് മേലോട്ട് തള്ളിയിട്ട് വേണം വെക്കണമെങ്കിൽ. അതായത് കയറ്റി വയ്ക്കുക. അതും നമ്മൾ പട്ട പീസ് വെക്കുമ്പോഴും വലിക്കാതെ പതുക്കെ ലൂസാക്കി കൊടുത്ത് വേണം നമ്മൾ പട്ട പീസ് വെക്കണമെങ്കിൽ. അല്ലെങ്കിൽ സിബ് വളഞ്ഞ പോലെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ പട്ട പീസ് ലൂസാക്കി പതുക്കെ വെച്ച് കൊടുക്കുക. പതുക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ താഴെ സാധാരണ നൈറ്റിയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് സിബും പട്ട പീസും വെക്കുന്നതെങ്കിൽ നമ്മൾ താഴെ ഷേപ്പോ സ്ക്വയറിൻ്റെ ഒരു ഷേപ്പൊക്കെ ആയിട്ട് വരും. പക്ഷെ എനിക്കിവിടെ താഴെ സ്കേർട്ട് ജോയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോണ് പോലുള്ള ഒരു ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയറോ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്നും ചെയ്യുന്നില്ല, കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ സിബും പട്ടിയും വെക്കൽ കഴിഞ്ഞു. ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.